ഹായ് ഗൈസ്. ലാറ്റ്വിയയിലേക്ക് സ്റ്റുഡന്റ് വിസയിൽ വരാനിരിക്കുന്നവർക്കൊക്കെ കുറെ സംശയങ്ങളുണ്ട്. ഇവിടുത്തെ പാർട്ട് ടൈം ജോബ്, പിന്നെ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ, യൂണിവേഴ്സിറ്റികളെ പറ്റി. അപ്പൊ ഇതൊക്കെ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്ത് ആകെ മടുത്തു. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്ത് കളഞ്ഞേക്കാം. അപ്പൊ ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യാലോ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ. എല്ലാം ഇല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ കുറെ നാളായി യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചോളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടുത്തെ പാർട്ട് ടൈം ജോബ്സ് അതിനെപ്പറ്റി പറയാം. ഞാൻ എന്റെ എക്സ്പീരിയൻസും പറയാം, അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സ്, എനിക്ക് പരിചയമുള്ള എല്ലാവരുടെയും ഒരു മൊത്തത്തിൽ എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ ഞാൻ വന്നത് ആക്ച്വലി 2023 ജാനുവരിയിലാണ്. ജാനുവരിയിൽ വന്നിട്ട് 2 മാസം വെറുതെ ഇരുന്നു, കാരണം നമുക്ക് RP കാർഡ് കിട്ടണമല്ലോ. അങ്ങനെ RP കാർഡ് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ CV വെച്ചിട്ട് ഇവിടുത്തെ എല്ലാ മിക്ക കമ്പനികളിലും ഓൺലൈനിൽ അപ്ലൈ ചെയ്തു. എല്ലാവരും നെഗറ്റീവ് റെസ്പോൺസ് തന്നെ, കുറെ വെച്ചോണ്ടേയിരുന്നു, നെഗറ്റീവ് വന്നുകൊണ്ടേയിരിക്കുന്നു. അവസാനം എനിക്ക് മനസ്സിലായി പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡയറക്റ്റ്ലി പിന്നെ ബോൾട്ട് നമ്മുടെ ഡെലിവറി അതെടുത്ത് ഇറങ്ങി. ഒരു 1.5 മാസം ഡെലിവറിക്ക് ഓടി. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കെബാബ് ഷോപ്പിൽ, ഇന്ത്യൻസിന്റെ കെബാബ് ഷോപ്പിൽ വർക്ക് കിട്ടി. അങ്ങനെ അവിടെ കയറി ഒരു 2-2.5 മാസം അവിടെ വർക്ക് ചെയ്തു. പക്ഷെ ഇവിടുത്തെ ഒരു എമൗണ്ട് ഒക്കെ വെച്ച്, നമുക്ക് കിട്ടുന്ന എമൗണ്ട് വെച്ച്, ബോൾട്ടിൽ നിന്നായാലും അതുപോലെ തന്നെ കെബാബ് ഷോപ്പിലത്തെ എമൗണ്ട് വെച്ചിട്ടായാലും €3 ആണ് എനിക്ക് ആഫ്റ്റർ ടാക്സ് കിട്ടിയിരുന്നത്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാന്നല്ലാണ്ട് ഇവിടുത്തെ 2 കാര്യങ്ങൾ അടഞ്ഞു പോകും. അതുപോലെ ഫുഡിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാന്നല്ലാണ്ട് എനിക്ക് നെക്സ്റ്റ് ഇയറിന്റെ ഫീ ഒന്നും അതിൽ നിന്ന് കണ്ടെത്താൻ പറ്റില്ല എന്ന് എനിക്ക് ഷുവർ ആയിരുന്നു. അത് നടക്കൂല. അങ്ങനെ അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയാ, ഫിനാൻഷ്യലി വീട്ടിലും മാത്രം ഇതില്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആയി പോകും. കാരണം നെക്സ്റ്റ് ഫീ എങ്ങനെ കണ്ടെത്തും, അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെ ഡൗൺ ആയി പോയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡൊമിനോസ് പിസ്സയുടെ ഇതിൽ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ അവരെന്നെ ഇന്റർവ്യൂവിന് വിളിച്ച് അവിടെ നിന്ന് കിട്ടി. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് അവിടെ കയറിയപ്പോഴാണ് പിന്നെ എനിക്ക് സാലറി കൂടി. ഇപ്പോ ഞാൻ അവിടെ തന്നെയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് 1 ഇയർ ആയിട്ട് അവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. എനിക്ക് ഏകദേശം ഒരു €6 കിട്ടും. ആഫ്റ്റർ ടാക്സ് 4.6 സംതിങ്. അപ്പൊ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ ഒരു എമൗണ്ട് വെച്ച് ഞാൻ 160 ഹവേഴ്സ് ഒരു മന്ത്ലി വർക്ക് ചെയ്യുന്നുണ്ട്. 160 + 190 വരെയൊക്കെ ഇറക്കി പോകാറുണ്ട്. എക്സ്ട്രാ ഹവേഴ്സ് ഒക്കെ കിട്ടും. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്റെ ഫീസ് ഞാൻ തന്നെയാണ് അടച്ചത്. ഇവിടുത്തെ ആ ഒരു എമൗണ്ട് വെച്ച് ഞാൻ തന്നെയാണ് അടച്ചത്. എന്റെ എക്സ്പെൻസ് ഞാൻ തന്നെയാണ് നോക്കുന്നതല്ല. അങ്ങനത്തെ ഒരു വർക്ക് കിട്ടുവാണെങ്കിൽ, നമുക്ക് ഇവിടെ മന്ത്ലി ഒരു 160+ ഹവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, €6 വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ സർവൈവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇയർ ഫീ ഒക്കെ കണ്ടെത്താം. പക്ഷെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ്, ഒരു ദിവസം മാത്രമാണ് ക്ലാസ്സിക്ക് ഡയറക്റ്റ് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. ബാക്കി 2 ദിവസം എനിക്ക് ഓൺലൈനിലാണ് ക്ലാസ്. അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കിംഗ് ഷെഡ്യൂൾ കറക്റ്റ് ആയിരുന്നു. എനിക്ക് വർക്ക് ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അതുപോലെയല്ല ബാക്കി ഇവിടുത്തെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി പോലെ ഇരിക്കും നിങ്ങൾക്ക് വർക്കിംഗ് ഹവേഴ്സ് ഒക്കെ. അപ്പൊ അതൊക്കെയാണ് എന്റെ എക്സ്പീരിയൻസ്. ഞാൻ കറന്റ് ഡൊമിനോസിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്റെ കൂടെ ആ ഇൻടേക്കിൽ വന്നവർക്കായാലും ഓൾമോസ്റ്റ് അതുപോലെയൊക്കെ തന്നെയായിരുന്നു. ഫസ്റ്റ് 3-4 മാസം സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയൊക്കെയാണ് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ചെന്ന് വരുമ്പോൾ തന്നെ ഒരു ജോലിയൊന്നും കിട്ടാൻ പോണില്ല. ഞങ്ങളുടെ അടുത്തൊക്കെ ആ ടൈമിൽ പറഞ്ഞിരുന്നത്, നിങ്ങൾ ചെന്നാൽ മതി, നിങ്ങൾക്ക് ജോലി അവിടെ റെഡി ആണ്. ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. അതായത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും, അങ്ങനത്തെ രീതിയിൽ. അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ വന്നിട്ട് നമുക്ക് ജോലി കിട്ടാണ്ടാവുമ്പോൾ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കരമായിട്ട് നമ്മൾ ഡൗൺ ആയി പോകും. അപ്പോൾ നിങ്ങൾ വരാതിരിക്കണവരടുത്ത് ഇത്ര പറയാനുള്ള മേലിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ജോലി കിട്ടാനൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് കുറച്ച് ടൈം എടുത്ത് നോക്കിയാലേ കിട്ടുള്ളൂ. പിന്നെ അപ്പൊ നമുക്ക് ഇനി കറന്റ് സിറ്റുവേഷനിലേക്ക് പോകാം. കറന്റ് ഇവിടെ സമ്മറാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇപ്പൊ വേക്കൻസീസ് അത്യാവശ്യമുണ്ട്. ഇപ്പൊ ആരും ഇവിടെ ജോലി ഇല്ലാണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഇവിടെ പറയുന്നുണ്ട് ജോലി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ മിക്കവരും ജോലിയിലൊക്കെയാണ്. ആരും അങ്ങനെ വെറുതെ ഇരിക്കണമല്ലോ. ഒന്നും കിട്ടാണ്ട് ഇരിക്കണവര് ബോൾട്ട് എടുത്ത് ഓടുന്നുണ്ട്. സോ അങ്ങനെ. അപ്പോൾ ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാഷോ സേവിങ്സോ ഒന്നും നമുക്കിവിടെ വരുന്നില്ല. അത് സത്യമാണ്. അതായത് നമ്മൾ വിചാരിക്കും ഓക്കെ എല്ലാം കഴിഞ്ഞ് ഒരു 40,000 നാട്ടിലേക്ക് അയച്ചു കൊടുക്കാം, ഒരു 30,000 നാട്ടിലേക്ക് അയച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചു നിന്നിട്ട് ഒരു കാര്യമില്ല. അതൊന്നും കിട്ടില്ല ഇവിടെ ലാറ്റ്വിയയിൽ. നമുക്ക് ജസ്റ്റ് സർവൈവ് ചെയ്ത് പോവാം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ചിലപ്പോൾ മാക്സിമം നെക്സ്റ്റ് ഇയറിന്റെ ഫീ കണ്ടെത്താം. ഈ വെക്കേഷനിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിന്റെ ഫീ കണ്ടെത്താം. അത്രയൊക്കെ ഉള്ളൂ ഇവിടെ കിട്ടുള്ളൂ. അല്ലാണ്ട് ഏൺ ചെയ്യാന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ ഇവിടെ വന്നിട്ട് ഒരു കാര്യമില്ല. കാര്യത്തിൽ നിന്ന് തെന്നിമാറി പോകുന്നല്ലേ. ഓക്കെ, നമ്മളപ്പോ പറഞ്ഞോണ്ടിരുന്ന ജോലിനെ പറ്റിയാണ്. നമുക്ക് ഇവിടെ എന്തൊക്കെ ജോലികളാണ് മെയിനായിട്ട് നോക്കാം. ഫസ്റ്റ്ലി പറയുന്നത് കൊറിയറൊക്കെയാണ്. അതായത് ഡെലിവറി ജോബ്സ്, ഇതൊക്കെയാണ് കൂടുതൽ പേരും ചെയ്യുന്നത്. പിന്നെ ഈ മെക്ഡി, ഡൊമിനോസ്, KFC ഇതുപോലത്തെ ഉള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ ജോലി ചെയ്യുന്ന കുറെ പേരുണ്ട്. കുറച്ചുകൂടി ടോപ്പായിട്ട് നിൽക്കുന്നവർ വൈറ്റ് കോളർ ജോബ്സും ഉണ്ട്. ഇങ്ങനെ ITS, അങ്ങനെ ടിക്കറ്റ് സെയിലിംഗ് കമ്പനികൾ, അവിടെയും വർക്ക് ചെയ്യുന്ന കുറെ പേരുണ്ട്. അവിടെയൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ച് മെന്റലി പ്രഷറൊക്കെ ഉണ്ടാവും. പക്ഷെ
നമ്മ ഒന്ന് ആ ഒരു മെന്റൽ പ്രഷർ സ്റ്റേജ് ഒക്കെ ഒരു 3-4 മാസം അവിടെ സ്ട്രഗിൾ ചെയ്ത് പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ പിന്നെ നല്ല ലെവലിലേക്ക് പോകുന്നവരുണ്ട്. അവിടെ തന്നെ ഇപ്പൊ വർക്ക് വിസയിൽ നിൽക്കുന്നവരുണ്ട്. സ്റ്റുഡന്റ് ആയിട്ട് വന്ന് ITSൽ വർക്ക് ചെയ്ത് ഇപ്പൊ അവിടെ വർക്ക് വിസയിൽ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ ജോലികൾ. അപ്പോൾ ഇപ്പോഴും മൈൻഡിൽ വെക്കുക, പെട്ടെന്ന് തന്നെ വന്ന് നമുക്ക് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യണം. ചിലവർ 5 മാസമായിട്ട് ജോലി കിട്ടാത്തവരുണ്ട്, 6 മാസമായിട്ട് കിട്ടാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ, ജോലിയുടെ സിറ്റുവേഷൻ ഉണ്ടാ. പിന്നെ നമുക്ക് ഇവിടുത്തെ മന്ത്ലി എക്സ്പെൻസിനെ പറ്റി പറയാം. മന്ത്ലി എക്സ്പെൻസ് ഒരു ആവറേജ് 250 യൂറോ തൊട്ട് ഒരു 300 യൂറോ ഒക്കെയാണ് മാക്സിമം. എനിക്ക് അത്ര വരുന്നില്ല, എനിക്ക് മാക്സിമം ഒരു 250 യൂറോ ആണ് എന്റെ മന്ത്ലി എക്സ്പെൻസ്. ഇതെന്ന് പറയുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്കൊരു 150 തൊട്ട് 200 യൂറോ വരെ അതിന്റെ ഇൻ ബിറ്റ്വീൻ വരും എങ്ങനെയായാലും. പിന്നെ ഫുഡിന് ഒരു 50 to 60 യൂറോ. അതുപോലെ തന്നെ ബസ് കാർഡ് റീചാർജ് ചെയ്യാൻ ലാസ്റ്റ് ഇയർ വരെ ഇവിടെ ബസ് കാർഡിന് 15 യൂറോ ആയിരുന്നു 1 മന്ത് സ്റ്റുഡന്റിന്. ഇപ്പൊ അത് കുറച്ച് 12 യൂറോ ആക്കി. അപ്പൊ അങ്ങനെ പിന്നെ സിം റീചാർജ് ചെയ്യാനായിട്ട് 3.5 യൂറോ പെർ വീക്ക്. അങ്ങനെ ഇപ്പൊ ടോട്ടൽ എങ്ങനെ പോയാലും ഒരു 250 യൂറോ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ലാറ്റ്വിയയിൽ ജീവിക്കാം, ഒരു കുഴപ്പമില്ലാണ്ട് ജീവിക്കാം. അത്ര വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത കൺട്രിയാണ്. ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ലാറ്റ്വിയ കുറച്ചും കൂടി അഫോർഡബിൾ ആണ് നമുക്ക്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ 250 യൂറോ എന്നൊക്കെ പറയുന്നത് നമ്മ അങ്ങനെ ഒന്ന് പിടിച്ചു നിൽക്കണം കേട്ടോ, എന്നാലാണ് നമുക്ക് ആ ഒരു ഇതിൽ ഒതുക്കാൻ പറ്റുള്ളൂ. പാർട്ടി, പബ്ബ്, ഡ്രിങ്ക്സ് അങ്ങനെ ആ ലെവല് ഫുൾ ഹാപ്പിനെസ് ആയി നടക്കുന്നവർക്കൊന്നും ഇത് ഒതുങ്ങില്ല. അല്ലാത്തവർക്ക് ഇത് ഓക്കെ ആയിരിക്കും. നമുക്കൊരു 250 യൂറോ ഒക്കെ മാക്സിമം ഉണ്ടെങ്കിൽ നമുക്ക് ലാറ്റ്വിയയിൽ സുഖമായിട്ട് ജീവിച്ചു പോവാം. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റീനെ പറ്റി. അതായത് നിങ്ങൾ ലാറ്റ്വിയയിലേക്ക് വരുമ്പോൾ ഒരു ഏജൻസിനെ പോയി സമീപിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻസിനെ പോയി സമീപിക്കുകയാണ്, നമുക്ക് ലാറ്റ്വിയ പോകണം. അപ്പോൾ ഒരിക്കലും അവര് ജസ്റ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിക്ക് നിങ്ങൾ വരരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. എപ്പോഴും നിങ്ങൾ ഈ ഒരു കൺട്രിയിൽ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ചോദിക്കുക ഏതായിരിക്കും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷനിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ എയിമും കൂടി അതിൽ നോക്കണം. അതായത് ജസ്റ്റ് ഒരു വന്ന് പഠിച്ച് തിരിച്ച് പോവാം അങ്ങനത്തെ ഒരു രീതിയാണ്. അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിനെ സെലക്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല, ടോപ്പ് റാങ്കിങ്ങിലാണ് സെലക്ട് ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വന്ന് എനിക്ക് ഏൺ ചെയ്യണം, മന്ത്ലി ഇത്ര എമൗണ്ട് ഉണ്ടാക്കി ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, അടുത്ത ഫീസ് കണ്ടെത്തണം, അങ്ങനെയൊക്കെയുള്ള ഒരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം സെലക്ട് ചെയ്യാൻ. കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തു, ഓക്കെ, അവിടെ നിങ്ങൾക്കൊരു 5 days ഒക്കെ ക്ലാസ് ഉണ്ട്, വീക്ക്ലി 5 days അല്ലെങ്കിൽ 4 days. നിങ്ങൾ ബാക്കി ടൈമിൽ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് അത്ര ഏൺ ചെയ്യാനൊന്നും പറ്റില്ല. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഓക്കെ, 5 ദിവസം ക്ലാസ് ഉണ്ട്, ബാക്കി 2 ദിവസം നിങ്ങൾ വർക്ക് ചെയ്യും. അപ്പോൾ ഒരു മിഷൻ പോലെയാണ്, 5 ദിവസം ക്ലാസ്സിൽ പോകുന്നു, 2 ദിവസം വർക്കിന് പോകുന്നു. നിങ്ങൾക്ക് ഇവിടെ റെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഒന്നാമത്തെ. പിന്നെ ഈ 2 ദിവസം വർക്ക് ചെയ്തിട്ട് മാസത്തിലപ്പോൾ എത്ര 8 ദിവസം വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം ഇവിടുത്തെ ഒരു എക്സ്പെൻസിലുള്ള എമൗണ്ട് പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കാം. നമുക്ക് നാട്ടിൽ നിന്ന് സ്പോൺസേഴ്സ് ഒക്കെ ഉണ്ട്, ജസ്റ്റ് ഇവിടെ ഒന്ന് പഠിച്ച് നമ്മുടെ കാര്യം നോക്കി പോയാൽ മതി, ഒരു കുഴപ്പമില്ല. ബെസ്റ്റ് യൂണിവേഴ്സിറ്റിനെ സെലക്ട് ചെയ്തത് ഒരു കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക യൂണിവേഴ്സിറ്റിയിൽ എത്ര ദിവസം ക്ലാസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ക്ലാസ് ഉള്ളത്, എനിക്ക് വർക്ക് ചെയ്യാൻ ടൈം ഉണ്ടോ, അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാൻ. അല്ലാതെ ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റി ചേഞ്ച് ആക്കാൻ നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് വീണ്ടും എക്സ്പെൻസ് കയ്യിൽ നിന്ന് കിട്ടും. ഇവിടെ ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 100 സ്റ്റുഡൻസ് ഒരു യൂണിവേഴ്സിറ്റിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റി വന്നു വിചാരിക്കുക, പക്ഷെ അവർക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നില്ല. അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സെം ആകുമ്പോൾ മാറാണ്. അപ്പൊ അതിന് വീണ്ടും എക്സ്പെൻസ് വരുവാണ്. അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അത് ആ ട്രെൻഡാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ യൂണിവേഴ്സിറ്റി വേറൊരു യൂണിവേഴ്സിറ്റിയുടെ പേരിൽ കംപ്ലൈന്റ് വരെ കൊടുത്തു. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് വരുന്ന സ്റ്റുഡൻസ് എല്ലാവരും ട്രാൻസ്ഫർ വെച്ച് മറ്റു യൂണിവേഴ്സിറ്റിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കി സെലക്ട് ചെയ്യുക. എപ്പോഴും ബെസ്റ്റ് മാത്രം നോക്കാണ്ട് ഇവിടുത്തെ റിയാലിറ്റി എന്താണെന്ന് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവിടെ പഠിച്ച പാസ്സാവാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കുക. ഇത് ഞാൻ എടുത്തു പറയുന്നത് ഇപ്പൊ ഞാൻ തന്നെ ആയാലും ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഞാൻ ഇതൊന്നും ചോദിക്കുന്നില്ല ആരുടെ അടുത്തും. നമ്മ കൺസൾട്ടൻസി പോകണം, ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, എനിക്ക് ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി മതി, അവിടെ ഞാൻ പഠിക്കുള്ളൂ, അങ്ങനത്തെ രീതിയിലായിരുന്നു ഞാനും. സോ പക്ഷെ റിയാലിറ്റി നമ്മൾ ഇവിടെ എത്തി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായിട്ട് നോക്കി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പെടും. ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നു, ആഫ്റ്റർ സ്റ്റഡീസ് നമുക്ക് ഇവിടെ വർക്ക് വിസ കിട്ടോ ചേട്ടാ? ഈ ഒരു ക്വസ്റ്റ്യൻ കുറേ വരുന്നുണ്ട്. അതായത് നമുക്ക് പഠനം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ പറ്റുമോ, വർക്ക് കിട്ടുമോ, അങ്ങനെ. അപ്പോൾ ഇതിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ കണ്ടതിൽ ഇപ്പോൾ 1.5 വർഷം ആവുന്നുള്ളൂ. ഞാൻ അതിൽ കണ്ടതിൽ കുറേ പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 100% വെറും 5% പേര് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 10% മാക്സിമം, അത്ര ആൾക്കാർ മാത്രമാണ് ലാറ്റ്വിയയിൽ സെറ്റിൽഡ് ആവണുള്ളൂ. ബാക്കി എല്ലാവരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠനം കഴിഞ്ഞ് ഒന്നില്ലെങ്കിൽ വേറെ രാജ്യത്തേക്ക് പോകണം നല്ല ജോലി അന്വേഷിച്ച്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പേയ്മെന്റ് കുറവാണ്. മറ്റ് യൂറോപ്യൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പൈസ കുറവാണ്.
ഓക്കെ നമുക്കൊരു €2,000 €2,500 ഒക്കെ ആഫ്റ്റർ ടാക്സ് കയ്യിൽ കിട്ടുവാണെങ്കിൽ ഓക്കെ നമുക്ക് ലാറ്റ്വിയ അടിപൊളിയാണ്. പക്ഷെ അത്രയും പേയ്മെന്റ് ഇവിടെ കൊടുക്കുന്നില്ല. അതാണ് ഇവിടുത്തെ ഒരു ഇത്. അപ്പോൾ ഇവിടുത്തെ ട്രെൻഡ് അനുസരിച്ച് പഠനം കഴിഞ്ഞ് എല്ലാവരും പോവുകയാണ്. അങ്ങനത്തെ ഇതാണ്. പിന്നെ ചുരുക്കം ചിലർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ നിൽക്കുന്നവർ, വർക്ക് വിസയിൽ നിൽക്കുന്നവർ. അവർക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, നല്ലൊരു ജോബ് പൊസിഷനിൽ ഇരിക്കുന്നവർ മാത്രമാണ് ഇവിടെ നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ഇവിടെ നിന്ന് പോവുകയാണ്. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. പിന്നെ ഇവിടെ വർക്ക് വിസ കിട്ടലും നല്ല ബുദ്ധിമുട്ടാണ്. വർക്ക് വിസ കിട്ടിയാൽ ഇപ്പോൾ കുറേ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര ഹവർ വർക്ക് ചെയ്യണം, ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് ടാക്സ് ബിഫോർ ടാക്സ് കിട്ടണം, അങ്ങനെയൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കമ്പനികളൊന്നും വർക്ക് വിസ അങ്ങനെ കൊടുക്കാനായിട്ട് വലിയ താല്പര്യം കാണിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. പിന്നെ ഉണ്ട് ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരിവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഓരോ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഒക്കെ. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരും വർക്ക് വിസ അല്ലെങ്കിൽ ബിസിനസ് വിസയിലേക്ക് മാറ്റാണ്ട് അവരും ഇവിടെ സ്റ്റുഡന്റ് വിസ തന്നെ റിന്യൂ ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കുറവ് കൊടുത്താൽ മതി. സ്റ്റുഡന്റ് വിസയിലാണെങ്കിൽ ടാക്സ് കുറവ് കൊടുത്താൽ മതി. അതുകൊണ്ട് അതന്നെ റിന്യൂ ചെയ്ത് നിൽക്കുന്ന കുറേ പേരുണ്ട് ഇവിടെ. അങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു ബാച്ചിലേഴ്സ് കഴിഞ്ഞു, മാസ്റ്റേഴ്സ് കഴിഞ്ഞു, സെക്കൻഡ് മാസ്റ്റേഴ്സ് കഴിഞ്ഞു, PhD എടുക്കുന്ന ആൾക്കാർ വരെ ഉണ്ട്. അവരെ വരെ എനിക്കറിയാം. കാരണം അവരെ നോക്കുമ്പോൾ ഓക്കെ സ്റ്റുഡന്റ് വിസ ആണെങ്കിൽ ഇത്ര ഫീസ് വെച്ച് അടച്ചാൽ മതിയല്ലോ, അങ്ങനെ. പിന്നെ നമുക്ക് ലാറ്റ്വിയയിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇത് തന്നെയാണ് ഒരു സിറ്റുവേഷൻ ഉള്ളത്. നമുക്ക് വീണ്ടും സ്റ്റുഡന്റ് വിസ തന്നെ റിന്യൂ ചെയ്ത് നിൽക്കാം. പക്ഷെ ഞാൻ നോക്കിയിട്ട് അതിലൊരു അർത്ഥമില്ല. കാരണം അമ്മ ഒരു കൊല്ലം കഷ്ടപ്പെട്ട് സ്റ്റുഡന്റ് വിസയിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് സേവിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 lakh 2 lakh ഒക്കെ സേവിങ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നമ്മ അതേ പൈസ കൊടുത്ത് ഇവിടെ നിൽക്കുന്നു, പുതുതായിട്ട് വീണ്ടും അഡ്മിഷൻ എടുക്കുന്നു. അതായത് ഉണ്ടാക്കുന്ന പൈസ ഇവിടെ തന്നെ കൊടുക്കുന്നു, വീണ്ടും അഡ്മിഷൻ എടുക്കുന്നു, വീണ്ടും റിന്യൂ ചെയ്ത് നിൽക്കുന്നു. അതിലൊരു അർത്ഥമില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേര് നിൽക്കുന്നുണ്ട് അങ്ങനെ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് ലാറ്റ്വിയയിലേക്ക് സ്റ്റുഡന്റ് ആയിട്ട് വരുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അഫ്കോഴ്സ് നല്ലതാണ്. നമുക്ക് യൂറോപ്പിലേക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു എൻട്രി ആണ്, അഫോർഡബിൾ എഡ്യൂക്കേഷൻ ആണ് ഇതൊക്കെ. പക്ഷെ ലാറ്റ്വിയയിലേക്ക് നമുക്ക് കുറെ ഏൺ ചെയ്യാൻ വരാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ. ജസ്റ്റ് ഒരു എൻട്രി, നന്നായിട്ട് വന്ന് പഠിച്ചാൽ ഡിഗ്രി എടുക്കുക, മറ്റ് യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ആയിട്ട് നല്ലൊരു ജോലി കണ്ടെത്തുക, അങ്ങനെ പോവാം. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വരാം, പറ്റുവാണെങ്കിൽ വരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ ഗൈസ്.